നമുക്ക് ഇന്ന് കുറച്ച് ICTയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ചാപ്റ്റർ 15 അതായത് പ്രഗ്നൻസി റിലേറ്റഡ് ചാപ്റ്റർ, 16 ദാറ്റ് ഈസ് പെരിനേറ്റൽ പീരീഡിൻ്റെ ചാപ്റ്റർ, ആൻഡ് 21 ഇസഡ് കോഡ്സ് അതായത് ഇസഡ് കോഡ്സിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും എലിമിനേഷൻ ടിപ്പ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പി കോഡുകളും ഇസഡ് കോഡുകളും, അതായത് ചാപ്റ്റർ 16 ആൻഡ് ചാപ്റ്റർ 21 ബേസ്ഡ് കോഡ്സാണ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി ഇതിന് മുമ്പ് ഞാൻ ഇസഡ് ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇസഡ് കോഡുകളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, അതല്ല എങ്കിൽ സ്വന്തമായിട്ടിപ്പം ചിലർക്ക് അറിയാവുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ 2 ഓപ്ഷൻ ഈസിലി രണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് ഇത് മാത്രമേ ഉത്തരം വരുള്ളൂ എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും. ഞാനെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എലിമിനേഷൻ റൂളുകളാണ്. ഞാനെപ്പോഴും നിങ്ങളടുത്ത് പറയുന്നുണ്ട്, നമ്മളൊരു എക്സാം പർപ്പസിലേക്ക് വരുന്ന സമയത്ത് എലിമിനേഷൻ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴേ ഈ ഒരു എലിമിനേഷൻ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഓൾ ത്രൂ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യും. ഇസഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഇസഡ് 37 അല്ലെങ്കിൽ ഇസഡ് 38 എന്ന് പറയുന്ന കോഡുകളുടെയൊക്കെ പ്രയോറിറ്റി നമ്മൾ പഠിച്ചു. സോ ഇസഡ് 38 ഓൾവേസ് ബി പ്രൈമറി ആയിരിക്കും. ഇസഡ് 38 ഒരിക്കലും സെക്കൻഡറി കോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇസഡ് 38 പ്രൈമറി ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇസഡ് 38 സെക്കൻഡറി ആണ്. സിയിലും ഇസഡ് 38 തേർഡ് ഓപ്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് പ്രൈമറി ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പ്രൈമറി അല്ലാതെ അപ്ലൈ ചെയ്തിട്ടുള്ള എയും സിയും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഡി എലിമിനേറ്റ് ചെയ്തു? നമ്മൾ ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുന്ന കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം ആ ഒരു ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണിക്കാൻ ഉറപ്പായിട്ടും ഒരു ഇസഡ് 38 കൊടുത്തിരിക്കണം. സോ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ലൈനിൽ വ്യക്തമായി പറയുന്നുണ്ട് ട്വിൻ ഗേൾസ് വെർ ഡെലിവേർഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ അത് ഡെലിവറിയുടെ കാര്യം വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെ ഇസഡ് 38 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇസഡ് 38 ഇല്ലാത്ത ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു എലിമിനേഷൻ അറിയാമെങ്കിൽ തന്നെ പിന്നെ ഈ പറയുന്ന നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ബി മാത്രമേ, അല്ലെങ്കിൽ ഇസഡ് 38 പ്രൈമറി ആയിട്ടുള്ള കോഡ് മാത്രമേ ഇതിനകത്ത് ആൻസർ വരുള്ളൂ. സോ നമ്മൾ ആ ഒരു അതിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ 3 കോഡുകൾ ഉണ്ടായിട്ട് പോലും കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കാതെ തന്നെ നമ്മൾക്ക് ക്ലിയറായി ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നുള്ളത്. ഇനി ഇതിൽ ബി ഓപ്ഷനിൽ തന്നെ P07ൻ്റെ 2 ഓപ്ഷനുകൾ വരുന്നുണ്ട്. അത് പെരിനേറ്റൽ പീരീഡിൻ്റെ ഗൈഡ് ലൈൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് പ്രീമേച്വർ ആയിട്ടുള്ള ബേബീസാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇത്ര വെയിറ്റേ ഉള്ളൂ, അതിൻ്റെ ഗസ്റ്റേഷൻ പീരീഡ് ഇത്രയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗൈഡ് ലൈൻ സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ആ 2 കോഡുകളുടെ പ്രയോറിറ്റിയും വേണമെങ്കിൽ നമുക്ക് പഠിച്ചു വയ്ക്കാം. ആ 2 കോഡുകളുടെ പ്രയോറിറ്റി പഠിച്ചു വെച്ചാലും നമുക്ക് ഇത് എലിമിനേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാം ഒ കോഡും ഇസഡ് കോഡും ആണ്, അതായത് ചാപ്റ്റർ 15 ചാപ്റ്റർ 21 2 ചാപ്റ്ററിൻ്റെയും ഗൈഡ് ലൈൻ മിക്സ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് 4ാമത്തെ ഒരു ഓപ്ഷനിൽ എത്താം. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഇസഡ് കോഡുകളുടെ പ്രയോറിറ്റി നോക്കണം. കാരണം നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് ഇസഡ് 38 എന്ന് പറയുന്ന കോഡുകളായിരുന്നെങ്കിൽ ഇവിടെ ഇസഡ് 37ഉം ഇസഡ് 3A 2 കോഡുകളുടെയും പ്രയോറിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രയോറിറ്റി ഞാൻ മുന്നേ പറഞ്ഞ ഇസഡ് കോഡിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. ഈ പറയുന്ന എല്ലാ കോഡുകളുടെയും ഡീറ്റെയിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻ റൂൾ, അല്ലെങ്കിൽ ഇസഡ് 37 എന്താണ്, അല്ലെങ്കിൽ ഇസഡ് 38ൻ്റെ റൂൾ അറിയാവുന്നൊരു വ്യക്തിക്ക് നമുക്ക് സുഖമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എലിമിനേറ്റ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇസഡ് 37 ഒരിക്കലും പ്രൈമറിയായി ഉപയോഗിക്കാൻ പാടില്ല. ഇസഡ് 37 കാറ്റഗറി കോഡുകൾ എന്തല്ല, ഒരിക്കലും പ്രൈമറി അല്ല. ഇവിടെ ഒരിക്കലും പ്രൈമറി അല്ല എന്ന് പറയുമ്പോൾ ഇസഡ് 37 പ്രൈമറി ആയിട്ടുള്ള ഓപ്ഷനുകൾ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൂടെ? ഇസഡ് 37 ഒരിക്കലും പ്രൈമറി അല്ലെങ്കിൽ ഇസഡ് 37 പ്രൈമറി ആയിട്ടുള്ള കോഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്താം. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ നോക്കിയേ, ബിയും സിയും. ഇതിൽ രണ്ടിലും ഇസഡ് 37 കാറ്റഗറി പ്രൈമറിയാണ്. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇസഡ് 37 ഒരിക്കലും എന്തല്ല, പ്രൈമറി അല്ല, പ്രൈമറി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ബിയും സിയും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എ ഓർ ഡി ആണല്ലേ. ഇനിയിപ്പോൾ എ ഓർ ഡിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇസഡ് 3A എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏറ്റവും ലാസ്റ്റായിട്ട് കാണാം. എയിൽ ഇസഡ് 3A.32 എന്നും ഡിയിൽ ഇസഡ് 3A.00 എന്ന് പറഞ്ഞിട്ട് കോഡ് കാണാം.
അപ്പോൾ ഈ Z3A എന്ന് പറയുന്ന കോഡിൻ്റെ പ്രയോറിറ്റിയും ഞാൻ ആ Z ചാപ്റ്ററിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ Z3A എന്ന് പറയുന്നതിൻ്റെ പ്രയോറിറ്റി അറിയാവുന്നവർക്കാണെങ്കിലും അറിയാം. 32 വീക്ക് പ്രഗ്നൻ്റ് എന്ന് പറയുമ്പോൾ Z3Aൻ്റെ ലാസ്റ്റ് നമ്പർ 32 തന്നെ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് എന്ത് പറയുന്നുണ്ട്? 32 വീക്ക് ഓഫ് പ്രഗ്നൻസി. അങ്ങനെയെങ്കിൽ Z3Aയുടെ കോഡ് 32 എൻഡ് ചെയ്യുന്നതിലേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഡിയിൽ Z3A.00 അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? 00 എന്ന് പറയുന്നത് അൺസ്പെസിഫൈഡ് ആണ്. അതായത് വീക്ക് ഓഫ് പ്രഗ്നൻസി അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസ്പെസിഫൈഡ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ 32 എന്ന് പറയുമ്പോൾ നമുക്ക് Z3A.32 എന്ന് പറയുന്ന കോഡ് തന്നെ ചൂസ് ചെയ്തൂടെ? അപ്പം നമുക്ക് ഡിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി, സി, ഡി മൂന്നും എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ആകെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ആൻസർ എ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ എലിമിനേഷൻ ചെയ്ത് തന്നെ എടുത്തത്. ഓരോ കോഡും പോയി ആ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചല്ല നമ്മൾ എടുത്തത്. ഓരോ കോഡും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഈ പറയുന്ന O കാറ്റഗറിയുടെ അല്ലെങ്കിൽ P കാറ്റഗറിയുടെ Z കോഡിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് തിങ്, നിങ്ങൾക്കറിയാം O ചാപ്റ്ററിന് പ്രയോറിറ്റി കൂടുതലാണ്. മറ്റേത് ആൽഫബറ്റിക് കോഡിൻ്റെ കൂടെ വന്നാലും O ഓൾവേസ് ബി പ്രൈമറി ആണ്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കിയത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും എലിമിനേഷൻ ഫോക്കസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഒരു ചാപ്റ്ററിൻ്റെ അല്ല, എല്ലാ ചാപ്റ്ററിനും നമുക്ക് ഇതുപോലെയുള്ള ടിപ്സ് ഉണ്ടാവും. അത് ICDയിലായാലും CPTയിലായാലും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. സോ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.